ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ എന്നോട് കുറച്ച് നാളായിട്ട് ആൾക്കാർ ചോദിക്കുന്നു കേട്ടോ, ടിൻസിക്ക് യൂട്യൂബിൽ നിന്ന് എത്ര വരുമാനം കിട്ടുന്നുണ്ട്, ഇത് ജീവിത ചെലവിന് കിട്ടുമോ, എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നുണ്ടല്ലോ, എത്ര വെച്ച് കിട്ടി തുടങ്ങി, മോണിറ്റൈസ് ആയോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുറച്ച് പേരുടെയൊക്കെ ഞാൻ അതിന് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്നപ്പോൾ ഇതിനകത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇതിന് എങ്ങനെയാണ് ഇതിൻ്റെ ക്രൈറ്റീരിയാസ്, അല്ലെങ്കിൽ എപ്പോഴാണ് നമുക്ക് പൈസ കിട്ടി തുടങ്ങുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ എൻ്റെ സാലറിയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതിൻ്റെ ക്രൈറ്റീരിയാസ് എന്താണ്, എങ്ങനെയാണ് നമുക്ക് ക്യാഷ് കിട്ടി തുടങ്ങുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്നൊരു ഡീറ്റെയിൽസ് തരാം. അപ്പം നമ്മുടെ ചാനലിൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം 1 ഇയറിനുള്ളിൽ, അതായത് ആ ഒരു കംപ്ലീറ്റ് 1 ഇയറിനകത്ത് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർക്കാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ 4000 അവേഴ്സ് വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ടോട്ടൽ 1000 ഉണ്ടായിരിക്കണം. അതായത് 1K സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് ടൈംസും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ, ഈ 4000 എന്ന് പറയുന്നത് മണിക്കൂറിലാണ് കേട്ടോ, നമ്മുടെ വ്യൂസ് കണക്കാക്കിയിട്ടല്ല, 4000 മണിക്കൂർ. ഇത് രണ്ടും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് മോണിറ്റൈസ് ആവുള്ളൂ. ഇപ്പൊ കുറച്ച് പേർക്കെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം എനിക്ക് എത്ര ഏകദേശം സാലറി എൻ്റെ ഒരു മന്ത്ലി യൂട്യൂബിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ക്രൈറ്റീരിയ യൂട്യൂബ് പറയുന്നത്. ഇനി ഇത് ലോങ് വീഡിയോസ് അല്ല, ഷോർട്ട് വീഡിയോസ് ഇടുന്നവർക്കാണെങ്കിൽ, അതായത് യൂട്യൂബ് ഷോർട്സ് ഇടുന്നവർക്കാണെങ്കിൽ ഈ 4000 വാച്ച് അവേഴ്സ് എന്ന് പറയുന്നത് 10 മില്യൺ വ്യൂസ് ആണ്. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 90 ദിവസത്തേക്ക് മാത്രമേ അവർ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. അതായത് യൂട്യൂബ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 3 മാസത്തെ ഷോർട്സ് ഇടുന്ന വ്യൂസ് 10 മില്യൺ ആകുവാണെങ്കിൽ മാത്രമാണ് നമ്മൾ ആ കണ്ടീഷനിലേക്ക് എത്തുള്ളൂ. അതിനകത്തും സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എന്ന് പറയുന്നത് 1K തന്നെയാണ്, 1000 സബ്സ്ക്രൈബേഴ്സ് വേണം എന്നുണ്ട്. പക്ഷേ നമ്മുടെ ഷോർട്സിൻ്റെ വാച്ച് ടൈം എന്ന് പറയുന്നത് 10 മില്യൺ വ്യൂസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് ലോങ് വീഡിയോസ് ആണെങ്കിലും ഷോർട്ട് വീഡിയോസ് ആണെങ്കിലും ഏത് ഫോക്കസ് ചെയ്യുന്ന ചാനലുകളാണെങ്കിലും നമുക്ക് മോണിറ്റൈസ് ആവാൻ പറ്റുള്ളൂ. ഇനിയും ഇതിനകത്ത് തന്നെ നമ്മൾ പറയുന്ന വേറൊരു കാര്യം പറയുന്നത് ഹാഫ് മോണിറ്റൈസേഷൻ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് 500 സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിലുണ്ട്, പ്ലസ് 4000 അവേഴ്സ് എന്നുള്ളത് 3000 നമ്മൾ തികച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഹാഫ് മോണിറ്റൈസേഷനും. അതിനകത്ത് ഒരുപാട് റവന്യൂ ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല, പക്ഷെ എന്നാലും ചില നമുക്ക് സൂപ്പർ സ്റ്റിക്കേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ വയ്ക്കും, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യാൻ പൈസ വേണമെങ്കിൽ, ഇപ്പം നമ്മുടെ ഒരു വീഡിയോ നല്ല ഇഷ്ടപ്പെട്ടു, അത് അവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലവരൊക്കെ നമുക്ക് ഒരു എന്താ പറയുക, ഒരു ഡൊണേഷൻ പോലെ അല്ലെങ്കിൽ അവരുടെ ഒരു സന്തോഷം പോലെ ഒരു ഗിഫ്റ്റ് പോലെ നമുക്ക് അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെയും കിട്ടുന്ന പൈസകളുണ്ട്. പക്ഷെ ഇതൊക്കെ നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സും ആൻഡ് 3000 വാച്ച് അവേഴ്സും, 3000 എന്ന് പറയുന്നത് മണിക്കൂറാണ്, ഇതും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ ഇതിൻ്റെ എങ്ങനെയാണ് ക്രൈറ്റീരിയാസ് സംഭവങ്ങളൊക്കെ വർക്ക് ചെയ്യണേന്ന്. ഇനിയും ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് വേർത്താണോ, അത് നമ്മുടെ ജീവിത ചെലവിന് പറ്റുമോ എന്നുള്ളത് നമ്മളിടുന്ന വീഡിയോസിനെ കണ്ടൻസ് ഏത് ടോപ്പിക്കിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യണേ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഇപ്പം ഞാൻ എൻ്റെ ചാനലിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്കറിയാം കൂടുതലും ഞാൻ ബലൂൺ ഡെക്കറേഷനാണ്, ഞാൻ കുക്കിങ്ങിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി. പക്ഷേ എൻ്റെ സൈഡ് ബിസിനസ് ഞാൻ ബലൂൺ കൊണ്ടുപോകുന്നതുകൊണ്ട് അതിൻ്റെ വീഡിയോസാണ് കൂടുതലും ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബലൂൺ അതിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഞാൻ അതിനെ തന്നെ ഫോക്കസ് ചെയ്തിട്ടാണ് കൂടുതലും വീഡിയോസ് ചെയ്യുന്നത്. എൻ്റെ ലോങ് വീഡിയോസ് ആണെങ്കിലും എൻ്റെ ഷോർട്സ് ആണെങ്കിലും രണ്ടും ബലൂൺ ഡെക്കറേഷനാണ്. ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് ചില ഫാമിലി വീഡിയോസൊക്കെ വരാറുണ്ടെങ്കിലും മെയിൻ എൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് ബലൂൺ ഡെക്കറേഷനാണ്. അപ്പോൾ എല്ലാ ചാനലുകൾക്കാണെങ്കിലും അവർക്ക് ഒരു കണ്ടന്റിനെ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. മേ ബി കുക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ആർട്സ് അറിയുന്നവരാണെങ്കിൽ എന്തെങ്കിലും ഡാൻസ് വീഡിയോസോ പാട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ദബ് സ്മാഷ്, അങ്ങനെ പല പല രീതിയിൽ എന്ത് വേണമെങ്കിലും ഇന്ന ടോപ്പിക്ക് നമുക്ക് പ്രസൻറ്റ് ചെയ്യാവുന്ന അങ്ങനെ ഒരു ലിമിറ്റൊന്നുമില്ല. ചിലവർ ട്രാവൽ വ്ളോഗ്സ് ആണ്, ചിലവർ ജസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ്, ഡെയിലി നമ്മുടെ ഒരു ലൈഫ് റൊട്ടീൻ എങ്ങനെയാണ്, അങ്ങനത്തെ ചിലവർ മോട്ടിവേഷണൽ വീഡിയോസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ്, നമ്മുടെ കുറച്ച് ഡോക്യുമെൻറ്റേഷൻസ്, വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന കാര്യം, അങ്ങനെ പല രീതിയിൽ ഒരുപാട് വെറൈറ്റി ടോപ്പിക്സിനെ ഫോക്കസ് ചെയ്യുന്ന ഒരുപാട് ചാനലുകളുണ്ട്. അപ്പം എൻ്റെ ഇപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാതെ എന്നോട് ചോദിച്ച ഒരുപാട് ഈ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരും ചോദിച്ചേക്കുന്നവരും അവർക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ താല്പര്യമുണ്ട്. പക്ഷെ ഇതിന് എത്ര കാശ് ചിലവുണ്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ എന്താ നമുക്ക് വേണ്ടേ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ബേസിക്സ് അറിയില്ല. അപ്പം ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക്
കിട്ടിയിട്ടുണ്ടാവും എനിക്ക് എത്ര എൻ്റെ മന്ത്ലി സാലറി വരുന്നുണ്ടെന്ന്. അത് ആക്ച്വലി 0 ആണ്. എനിക്ക് ഇതുവരെ ചാനലിൽ എനിക്ക് എമൗണ്ട് ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. കാരണം എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ടില്ല. ഓൾമോസ്റ്റ് ഒരു ഹാഫ് മോണിറ്റൈസേഷൻ്റെ വക്കിൽ എത്തി നിൽക്കുന്നുണ്ട്. സോ ഈ വീഡിയോ കണ്ട് ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് അവേഴ്സ് ഒക്കെ ഒന്ന് കൂടുകയാണെങ്കിൽ എൻ്റെ ചിലപ്പോൾ കയറുമായിരിക്കും. പക്ഷേ ഏകദേശം ഒരു വക്കത്ത് എത്തി നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അത്ര എന്താ പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് സംഭവമാണ്. അയ്യോ കണ്ടന്റ് ഉണ്ടാക്കണമല്ലോ ചെയ്യണമല്ലോ എന്നൊന്നും പറഞ്ഞ് തല പുകഞ്ഞൊന്നും ഞാൻ ചെയ്യാറില്ല. എനിക്ക് കിട്ടുന്നത് എന്താണോ ഇപ്പം എനിക്ക് എന്താ പറയാൻ തോന്നുന്നതെന്ന് വെച്ചാൽ ഞാൻ അതാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഒരു ടോപ്പിക്കിനെ ഇപ്പോൾ നോക്കുന്നുണ്ട്. ഞാൻ പല പല ടോപ്പിക്കുകൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇടുന്നതിന് പകരം ഒരു ടോപ്പിക്കിനെ മാത്രമായിട്ടാണ് ഞാനിപ്പോൾ വീഡിയോസ് കണ്ടൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ്. അപ്പോൾ എന്നോട് ചോദിച്ച് എല്ലാവർക്കും ഇത് വേർത്താണോ എന്ന് ചോദിച്ചാൽ ശരിക്കും ആക്ച്വൽ എമൗണ്ട് എനിക്ക് കിട്ടി തുടങ്ങിയാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് നമുക്ക് ഒരു പോക്കറ്റ് മണി എന്ന രീതിയിൽ സൈഡിൽ ആക്ച്വലി സ്റ്റാർട്ടിങ് തന്നെ ഒരു 50K 100K ഒക്കെ വ്യൂസ് കിട്ടുന്ന ഒരു ലോങ് വീഡിയോ, ലെറ്റ്സ് സേ 10 മിനിറ്റ്സിൻ്റെ ഒരു ലോങ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ 20K 50K ഒക്കെ വരുന്നവർക്കാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കിട്ടും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ബട്ട് എൻ്റെ മേ ബി കുറച്ചുകൂടി ടൈം എടുക്കുമായിരിക്കും. ഇപ്പം എന്തായാലും ആയിട്ടില്ല. എനിക്ക് 0 ആണ് എനിക്ക് കിട്ടുന്നത്. ഞാൻ വീഡിയോസ് ഇടുന്നേ ഉള്ളൂ. അത് ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതാണ്. ആക്ച്വലി ഇതൊരു സൈഡ് വരുമാനമായിട്ട് തന്നെ കൊണ്ടുപോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. സോ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇനിയുണ്ട് ഒരുപാട് ദൂരം പോകാനായിട്ട്. അൺലെസ് ഏതെങ്കിലും ഒരു വീഡിയോ എൻ്റെ മില്യൺ വ്യൂസൊക്കെ ആയിരിക്കും. അതെന്തായാലും ഇപ്പം ഒന്നും ചാൻസ് ഉണ്ടാവില്ല. അപ്പോൾ അതാണ് എൻ്റെ ചാനലിൻ്റെ കറൻറ്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇനി ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് ഒരു 2 ഇയേഴ്സായി ഞാൻ ഒരുപാട് വീഡിയോസ് ഈ യൂട്യൂബിൻ്റെ ടിപ്സും ട്രിക്സൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുടെ വീഡിയോസ് ഫോളോ ചെയ്യുന്നുണ്ട്, വാച്ച് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കിട്ടിയത് ഞാൻ ആക്ച്വലി അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു ഗ്രോത്ത് എനിക്കൊന്നും കാണാനുമുണ്ട്. സോ അതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് എനിക്ക് അറിയുന്ന പോലെ പറഞ്ഞു തരാനായിട്ട് ഞാൻ ശ്രമിക്കാം. ആരെങ്കിലും കമൻറ്റ് ചെയ്യുവാണ് ചോദിക്കുവാണ് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അതല്ലാതെ ഞാനിതിൻ്റെ ടെക്കിയല്ല, ഞാനൊരു പ്രോയല്ല. എല്ലാവരെയും പോലെ ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി തുടങ്ങിയതാണ് ചാനൽ. പക്ഷേ വൺസ് അതൊരു സമയത്ത് എത്തിയപ്പോൾ എനിക്ക് തോന്നി ഇത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് പോകുവാണ് എന്നുണ്ടെങ്കിൽ അതൊരു വരുമാനം കൂടി ആക്കാം, സൈഡ് ആക്കാം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടുന്നത്, ട്രൈ ചെയ്യുന്നത് മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.